എല്ലാവർക്കും നമസ്കാരം. മലയാളത്തിലെ ആദ്യത്തെ ടാരോ റീഡിംഗ് ചാനലായിട്ടുള്ള മൈസ്റ്റാറ്റിലേക്ക് സ്വാഗതം. ചതയം നക്ഷത്രക്കാർക്ക് ഈ വരുന്ന മെയ് 2026 എങ്ങനെയാണെന്ന് നോക്കാം. അതിലേക്ക് കടക്കുന്നതിന് മുമ്പ് പ്രൈവറ്റ് കൺസൾട്ടേഷൻ താല്പര്യമുണ്ടെങ്കിൽ ഡീറ്റെയിൽസ് ആയിട്ട് ഡിസ്ക്രിപ്ഷനിലുണ്ട്, നോക്കാവുന്നതാണ്. ഇനി നമുക്ക് റീഡിങ്സിലേക്ക് കടക്കാം. ചതയം നക്ഷത്രക്കാർക്ക് ഈ വരുന്ന മെയ് 2026 എങ്ങനെയാണ് എന്ന് നമുക്ക് നോക്കാം. Chariot energy, King of Oceans, 8 of Cups, Queen of Oceans, Ace of Cups, the Star energy. ആദ്യം തന്നെ ചറിയറ്റ് എനർജി, ഏസ് ഓഫ് കപ്പ് സിറ്റുവേഷൻ. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിൽ പുതിയ പല സാഹചര്യങ്ങളും ഉരുത്തിരിഞ്ഞു വരുന്ന ഒരു സമയമാണ്. അതേപോലെ ഒത്തിരി സാധ്യതകൾ തെളിഞ്ഞു വരുന്ന, ജീവിതത്തിൽ ആഗ്രഹിച്ച കാര്യങ്ങൾ നേടിയെടുക്കാൻ പറ്റുന്ന ഒരു സമയമാണ്. ഈ ഒരു മാസം വാഹനയോഗം കാണിക്കുന്നുണ്ട്. അപ്പോൾ വാഹനം വാങ്ങിക്കാൻ പറ്റിയൊരു സമയമാണ്. നിങ്ങൾ ആഗ്രഹിച്ച വാഹനം ഫൈനലി നിങ്ങളുടെ കൈപ്പിടിയിൽ ഒതുങ്ങുന്ന ഒരു രീതിയിലേക്ക് വരുന്നുണ്ട്. സാമ്പത്തിക സ്ഥിതിയിലുള്ള മാറ്റമായിരിക്കാം അതിലൊരു കാര്യം. അപ്പോൾ എന്തായാലും വാഹനങ്ങൾ വാങ്ങിക്കാനായിട്ട് പറ്റിയ ഒരു സമയം കൂടിയിട്ടാണ് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു സമയം സൂചിപ്പിക്കുന്നത്. നല്ലൊരു ടൈമിംഗ് ആണ് അതുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് പറയാൻ. പിന്നെ കുറച്ച് പല നേട്ടങ്ങൾക്ക് സാഹചര്യങ്ങൾ ഉണ്ടാക്കി വരുന്ന ഒരു സമയമാണ്. നേട്ടങ്ങൾ ഉണ്ടാകുന്നു എന്ന് പറയുമ്പോൾ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ പലപ്പോഴും നമ്മുടെ ഉള്ളിൽ നമ്മൾ പറയുമല്ലോ, അഹം എന്നുള്ളൊരു ഭാവം, ഒത്തിരി കാര്യങ്ങൾ നേടിക്കഴിയുമ്പോൾ ഞാൻ എന്തോ ആയി എന്നുള്ളൊരു ചിന്ത, അല്ലെങ്കിൽ അഹം എന്ന ഭാവം വളരെയധികം നിങ്ങളുടെ ഉള്ളിൽ കൂടുതലാകുന്ന ഒരു സിറ്റുവേഷൻ സൂചിപ്പിക്കുന്നുണ്ട്. അപ്പോൾ സ്വന്തമായിട്ട് ഒത്തിരി അസറ്റ്സ് കാര്യങ്ങൾ, ഇപ്പോൾ സ്വന്തമായിട്ട് വാഹനം ഉണ്ടാകും, സ്വന്തമായിട്ട് വീട്, അല്ലെങ്കിൽ സ്വന്തമായിട്ട് എന്തെങ്കിലുമൊക്കെ നേടുന്നൊരു സമയമാകുമ്പോൾ ചിലരുടെ ഉള്ളിലുണ്ടാകുന്ന ഒരു സാഹചര്യമാണ്. അപ്പോൾ അത് അഹം എന്നുള്ളൊരു ഭാവം ഒഴിവാക്കാനായിട്ട് ശ്രമിക്കുക. സോ കീപ് ദ ഈഗോ ഇൻ ചെക്ക് എന്ന് നമ്മൾ പറയും. അതൊന്ന് നോക്കുക. അതേപോലെ തന്നെ നിങ്ങളുടെ ആ ഒരു നേട്ടങ്ങളെന്ന് പറയുന്നത് ഒരു വലിയൊരു പ്രൈഡാക്കി മാറ്റാതെ അതൊരു എന്താ പറയുക, ഒരു മോട്ടിവേഷനാക്കി മാറ്റി ഇനിയും മുമ്പോട്ടേക്ക് പോകാനുള്ള ഒരു മോട്ടിവേഷനാക്കി മാറ്റുന്ന ഒരു സാഹചര്യം ശ്രദ്ധിച്ചാൽ ഫ്യൂച്ചറിലേക്ക് നല്ല സാധ്യതകൾ ഇനിയും ഉണ്ടാകുന്നുണ്ട് എന്നുള്ളതാണ് സൂചിപ്പിക്കാനുള്ളത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം. അതേപോലെ തന്നെ മാനസികമായിട്ട് ഒത്തിരി തൃപ്തി തരുന്ന മാസമാണ്. കാരണം ജീവിതത്തിൽ ആഗ്രഹിച്ച കാര്യങ്ങളെന്ന് പറയുമ്പോൾ നിങ്ങൾ ആഗ്രഹിച്ചൊരു വണ്ടിയോ അങ്ങനത്തെ ഒരു മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള കാര്യം മാത്രമായിരിക്കണം എന്നില്ല. മറിച്ച് നിങ്ങൾ ആഗ്രഹിച്ചൊരു കുടുംബജീവിതം, ആഗ്രഹിച്ചൊരു പ്രഗ്നൻസി അല്ലെങ്കിൽ മദർഹുഡ്, അതുപോലത്തെ ഒരു സിറ്റുവേഷനാണ്. ഇമോഷണലി മാനസികമായിട്ട് ഒത്തിരി തൃപ്തി തരുന്ന ഒരു സാഹചര്യം കൂടിയിട്ടാണ് എന്നുള്ളത് സൂചിപ്പിക്കുന്നുണ്ട്. നിങ്ങളെ സംബന്ധിച്ച് വളരെ ഓപ്പൺ ഹാർട്ടഡായിട്ട് നിങ്ങൾ മറ്റുള്ളവരെ ട്രസ്റ്റ് ചെയ്യാനായിട്ട് തുടങ്ങുന്നു, ഓപ്പൺ ഹാർട്ടഡായിട്ട് ഇരിക്കുന്നു എന്നുള്ളതാണ്. അതേപോലെ തന്നെ ഒത്തിരി ബെനിഫിറ്റ്സ് ബന്ധങ്ങളിൽ നിന്ന്, അതായത് ബന്ധങ്ങളെന്ന് പറയുന്നത് നമ്മളൊരു ബെനിഫിറ്റിന് വേണ്ടി സൃഷ്ടിക്കുന്ന അല്ലെങ്കിൽ കൂടിയും നിങ്ങൾക്ക് ഒത്തിരി ബന്ധങ്ങളിൽ നിന്ന് നല്ല നല്ല മൂല്യങ്ങൾ, നല്ല നന്മകൾ ബന്ധങ്ങളിൽ നിന്നൊക്കെ ലഭിക്കുന്ന ഒരു സമയമാണ്. അപ്പോൾ ഫ്രണ്ട്ഷിപ്പ്, നല്ല സൗഹൃദങ്ങൾ, നല്ല റൊമാൻസ് കാര്യങ്ങളൊക്കെ ലഭിക്കുന്ന നല്ലൊരു കമ്മിറ്റ്മെൻറ്റ് ജീവിതത്തിലുണ്ടായിരുന്ന ഒരു സാഹചര്യമാണ്. എൻഗേജ്മെൻറ്റ്, മാരേജ് സിറ്റുവേഷനും പറ്റിയൊരു സമയമായിട്ട് കാണിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളിനി മാരേജ് ഇപ്പം അടുത്ത് വേണ്ട എന്നൊക്കെ ചിന്തിച്ച് ഇരിക്കുന്നവരാണെങ്കിലും പെട്ടെന്ന് ഒരു നിങ്ങൾ തന്നെ, അതായത് മറ്റുള്ളവർ ഫോഴ്സ് ചെയ്തിട്ട് വരുന്ന സിറ്റുവേഷനൊന്നുമല്ല, നിങ്ങൾ തന്നെ പെട്ടെന്ന് ആ തീരുമാനം മാറ്റാമെന്ന ഓക്കെ മാരേജ് ചെയ്താലോ അല്ലെങ്കിൽ എൻഗേജ്മെൻ്റ് ആക്കിയാലോ ഇപ്പോൾ പിന്നീട് മാരേജിലേക്ക് പോകാം എന്നൊക്കെയുള്ളൊരു തീരുമാനം എടുക്കുക, അല്ലെങ്കിൽ ഈവൻ ഡയറക്റ്റ് എൻഗേജ്മെൻറ്റിലേക്കോ മാരേജിലേക്ക് പോകാനും ഉള്ളൊരു സാഹചര്യം ഈ ഒരു മാസത്തിൽ പെട്ടെന്ന് നിങ്ങൾ തീരുമാനിച്ച് ഈ ഒരു മാസം അതിലേക്ക് ആ ഒരു തീരുമാനത്തിലേക്ക് എത്തുന്ന ഒരു സിറ്റുവേഷനാണ് ഇവിടെ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം സൂചിപ്പിക്കുന്നത്. പൊതുവേ ആളുകളധികം വിശ്വസിക്കുന്ന ഒരു സ്വഭാവക്കാരല്ല നിങ്ങൾ. എല്ലാവരോടും വളരെ ഫ്രണ്ട്ലി ആണ്, നല്ല രീതിയിൽ സംസാരിക്കുന്നു, മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് കാര്യങ്ങളൊക്കെ ചെയ്യുന്നുവെങ്കിലും ഉള്ളിൻ്റെ ഉള്ളിൽ, അതായത് സംസാര രീതിയിൽ ഒത്തിരി സംസാരിക്കുന്നുണ്ടാവും, അല്ലെങ്കിൽ തുറന്ന് സംസാരിക്കാൻ തുടങ്ങുമ്പോൾ എല്ലാവരോടും കാര്യങ്ങൾ തുറന്ന് പറയുന്നുണ്ടാവാം. പക്ഷെ എന്നിരുന്നാലും ഉള്ളിൻ്റെ ഉള്ളിൽ അങ്ങനെ ആരും അറിയാതെ പറഞ്ഞു പോകും. കാരണം നന്നായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നവരാണെങ്കിൽ, അധികം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്നും തുറന്ന് സംസാരിക്കുന്നില്ല, അവർക്കത് പറയാനും താല്പര്യമില്ല. ഒരു ആരെയും വിശ്വസിക്കാൻ ശ്രമിക്കാത്ത അല്ലെങ്കിൽ വിശ്വസിക്കാൻ പറ്റാത്തൊരു സിറ്റുവേഷനാണ്. അപ്പോൾ കുറച്ചും കൂടി ഈ ഒരു മാസത്തിൽ ഓപ്പൺ മൈൻഡഡ് ആവും ആളുകളെ, മറ്റുള്ളവരെ ഒന്ന് വിശ്വസിച്ച് തുടങ്ങുന്നൊരു സമയം എന്ന് വേണമെങ്കിൽ നമുക്ക് ഈ ഒരു സമയത്തെ പറയാം. അതേപോലെ തന്നെയാണ് കിങ് ഓഫ് ഓഷൻ ആൻഡ് ക്യൂൻ ഓഫ് കപ്സ് എനർജിയാണ്.
അപ്പോൾ ഈ ഒരു സമയം എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്ത് കാര്യത്തിനാണ്, അതായത് കുറച്ച് സെൻസിറ്റീവ് ആയിരിക്കും ഈ ഒരു സമയത്ത് പല കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ. സെൻസിറ്റീവ് എന്ന് പറയുമ്പോൾ നിങ്ങൾ കുറച്ച് ക്രിയേറ്റീവുമായിരിക്കും. ഇപ്പോൾ നിങ്ങളുടെ കലാപരമായിട്ടുള്ള കഴിവുകൾ, പലതരത്തിലുള്ള കഴിവുകൾ നല്ല രീതിയിൽ പ്രയോജനപ്പെടുത്തുന്ന ഒരവസരമാണ്. കലാപരമായിട്ടുള്ള സർഗാത്മകമായിട്ടുള്ള കഴിവുകളുണ്ട്, അത് നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്താം, മറ്റുള്ളവരിലേക്ക് അത് എത്തിക്കാം. ഇതൊക്കെ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒത്തിരി സാധ്യതകളുണ്ട് എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. നിങ്ങൾ വളരെ കമ്പാഷനേറ്റ് ആണ്, മറ്റുള്ളവരെ വളരെ ഫ്രണ്ട്ലിയാണ്, നല്ലൊരു പാർട്ട്ണർഷിപ്പ് കൊണ്ടുപോകാൻ പറ്റുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു പാഷൻ്റെ പുറകെ പോകുന്ന, അല്ലെങ്കിൽ സ്വപ്നങ്ങൾക്ക് പുറകെ പോകുന്നുണ്ടെങ്കിൽ അതൊരു വലിയൊരു എന്താ പറയുക, രജിസ്റ്റർ ചെയ്തൊരു ബിസിനസ്സായിട്ട് കൊണ്ടുപോകുന്നത് ലാഭത്തിലേക്ക് കൊണ്ടെത്തിക്കാം. അത് നിങ്ങളുടെ പാഷൻ മാത്രമല്ല, അതൊരു വരുമാന മാർഗം കൂടിയാവാം. അതും ഒരു പാർട്ട്ണർഷിപ്പിലേക്ക് തുടങ്ങുന്നുണ്ടെങ്കിൽ അത് വളരെയധികം നല്ലതായിരിക്കും എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് അല്ലെങ്കിൽ നിങ്ങളുടെ ചുറ്റുമുള്ള ആളുകൾക്ക് നിങ്ങളൊരു ഇൻസ്പിറേഷൻ ആയിരിക്കും എന്നുള്ളതും സൂചിപ്പിക്കുന്നുണ്ട്. അതേപോലെ തന്നെ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഫാമിലി, കുട്ടികൾ, കുടുംബം, അച്ഛനമ്മമാർ, അങ്ങനെ എല്ലാത്തിലും അതായത് ഇമോഷണലി നിങ്ങൾ അവരോടൊപ്പം ഉണ്ടാകും എന്നുള്ളൊരു ഫീൽ അവർക്ക്. അതുകൊണ്ട് അതൊക്കെ തന്നെ ഫാമിലിയായിട്ട് നല്ല കണക്ഷൻ ആയിരിക്കും. നിങ്ങളുടെ അതായത് നമ്മൾ പറയും കെയറിങ്, നർച്ചറിങ് ആയിട്ടുള്ള സൈഡ് മറ്റുള്ളവരിലേക്ക് എത്തിക്കുന്നു. അപ്പോൾ ഫാമിലിയിലുള്ള ബന്ധങ്ങളിൽ കുറച്ച് കെട്ടുറപ്പ് വരുന്നു, സൗഹൃദങ്ങൾ നല്ല രീതിയിൽ കൊണ്ടുപോകാൻ പറ്റുന്ന സിറ്റുവേഷനാണ്. അതേപോലെ തന്നെ കരിയർ വൈസ് പറയുകയാണെങ്കിൽ ഏറ്റവും ഒരു ഉയർന്ന പൊസിഷനിലേക്ക് നിങ്ങൾക്ക് പോകാൻ പറ്റുന്ന ഒരു സിറ്റുവേഷനാണ് ഇവിടെ. അപ്പോൾ അങ്ങനെ ഒരു ഉയർന്ന പൊസിഷനിലേക്ക് നിങ്ങൾ പോകുമ്പോൾ ആ ഒരു പൊസിഷന് ഉതകുന്ന രീതിയിലൊക്കെ കാര്യങ്ങൾ ചെയ്യുന്നു. അതായത് ഇവിടെ നേരത്തെ പറഞ്ഞു ഒരു ഈഗോ നിങ്ങളുടെ ഉള്ളിൽ ഫീൽ ചെയ്യാണ്. അപ്പോൾ ഇവിടെ എന്താണ് സിറ്റുവേഷൻ, ഒരു ബോർഡറിൽ നമ്മൾ പറയും ഒരു അതിർവരമ്പ്, അല്ലെങ്കിൽ അതിൻ്റെ അപ്പുറത്തും ഇപ്പുറത്തും ആവാതെ എൻ്റെ മിഡിൽ ഇതിലൂടെ പോകണമെന്ന്. കാരണം നിങ്ങളൊരു ഒരു ഹയർ പൊസിഷൻ, ഒരു മാനേജർ പൊസിഷനിലാകുമ്പോൾ പൊസിഷനിൽ ഉള്ള രീതിക്ക് അനുസരിച്ചിട്ട് നിങ്ങൾ ചില കാര്യങ്ങൾ ഡിസിപ്ലിൻഡ് ആയിട്ട്, ഓർഗനൈസ്ഡ് ആയിട്ടും കുറച്ചൊക്കെ സ്ട്രിക്റ്റ് ആയിട്ടും ഒക്കെ ചെയ്യേണ്ടി വരും. ഇത് ഇങ്ങനെയാണെന്ന് പറഞ്ഞാൽ ഇത് ഡെഡ് ലൈനോ കാര്യങ്ങളോ പൂർത്തിയാക്കുന്നില്ലെങ്കിൽ അത് ഇത്ര സമയത്ത് തന്നേ പറ്റൂ എന്ന് പറഞ്ഞാൽ അതിനൊരു പ്രൊഫഷണലിസം കാണിക്കണം. പക്ഷേ അതൊരു ബോസി ആയിട്ട് അല്ലെങ്കിൽ ഒരു ഭരിക്കുന്ന ആ ഒരു രീതിയിലേക്ക് കൊണ്ടുവരാതിരിക്കാൻ പ്രത്യേകം ശ്രമിക്കുക എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. ഗെറ്റിംഗ് മോർ ഓർഗനൈസ്ഡ്, നല്ലൊരു മാനേജർ ഇതിൽ പോകുക എന്നുള്ളത്. അപ്പോൾ ഒരു രീതിയിൽ എന്താ പറയുക, ഒരു ബോസി ആ ഒരു ഫീൽ കൊടുക്കാതെ അതേസമയം സ്ട്രിക്റ്റ് ആയിട്ടുള്ളൊരു വ്യക്തി, എന്നാൽ ആവശ്യമുള്ള കാര്യങ്ങൾക്ക് ഫ്ലെക്സിബിൾ ആകുന്നു എന്നുള്ള രീതിയിലും വരുന്നൊരു ഇത് പിടിക്കാനായിട്ട് ശ്രമിക്കുന്നത് നല്ലതായിരിക്കും എന്നുള്ളത് സൂചിപ്പിക്കുന്നുണ്ട്. അതേപോലെ തന്നെ കിങ് ഓഫ് ഓഷൻ ആൻഡ് ഹോപ്പ് എനർജിയാണ്. വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം പ്രതീക്ഷകൾക്ക് വകയുള്ള സമയമാണ്. പിന്നെ റിസൾട്ടൊക്കെ വരാൻ വെയിറ്റ് ചെയ്യുന്നവരെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ ഈ ഒരു മാസത്തിൽ വളരെ നല്ല സക്സസ്ഫുൾ ആയിട്ടുള്ള റിസൾട്ട് വരുന്നുണ്ട്. ഇപ്പോൾ +2, 10ാം ക്ലാസ്സൊക്കെ ഇരിക്കുന്നവർക്ക് സാധ്യതകളെ അറിയാൻ നല്ല റിസൾട്ട് വരാൻ നിങ്ങൾ പ്രതീക്ഷിച്ചതിനേക്കാൾ കൂടുതൽ നല്ല റിസൾട്ടായിരിക്കും സാധ്യത കാണിക്കുന്നത്. അതല്ലാത്തവരെ സംബന്ധിച്ച് പഠനമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് വിദേശത്തേക്ക് പോകാൻ ശ്രമിക്കുന്നവരോ അല്ലെങ്കിൽ നാട്ടിൽ തന്നെ പുതിയ ഇന്ന കോഴ്സ് എന്നുള്ള രീതിയിൽ പോകാൻ ശ്രമിക്കുന്നവർക്കൊക്കെ അതിനൊക്കെ നല്ല സാധ്യതകളുണ്ട്. അപ്പോൾ അതിലൊക്കെ ഉയർച്ചയിലേക്ക് പോകുന്ന ഒരു എനർജിയാണ് നിങ്ങളെ സംബന്ധിച്ച് സൂചിപ്പിക്കുന്നത്. അപ്പോൾ അതൊന്ന്. അതേപോലെ തന്നെ നമ്മുടെ ഉള്ളിൽ ഏത് രീതിയിലാണ് നമ്മൾ നമ്മുടെ ജീവിതത്തെ നോക്കിക്കാണുന്നത്, എങ്ങനെ ജീവിതത്തിൽ മുന്നോട്ടേക്ക് പോകാൻ ആഗ്രഹിക്കുന്നു, ആ രീതിയിൽ ജീവിതം മുന്നോട്ടേക്ക് കൊണ്ടുപോകാനായിട്ട് പറ്റുന്നു എന്നുള്ളത് കൂടിയിട്ടാണ് സൂചിപ്പിക്കുന്നത്. പിന്നെ ലൈഫ് പേർപ്പസ് നിങ്ങളുടെ എന്താണ് നിങ്ങൾ മനസ്സിലാക്കുന്ന ഒരു സമയമാണ്. കാരണം പലപ്പോഴായിട്ട് പലരുടെയും ജീവിതത്തിൽ അവരുടെ ലൈഫ് പേർപ്പസ് എന്താണെന്ന് അവർക്ക് മനസ്സിലാകുന്നത്. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ ജീവിതത്തിൻ്റെ നിയോഗം എന്താണെന്ന് നിങ്ങൾ തിരിച്ചറിയുന്ന ഒരു സമയം കൂടിയിട്ടാണ് ഈ ഒരു മാസം. അതേപോലെ തന്നെ 8 ഓഫ് കപ്സ് ആൻഡ് ഏസ് ഓഫ് കപ്സ് എനർജിയാണ്. ജീവിതത്തിൽ ഒത്തിരി മാറ്റങ്ങളും ലൈഫ് സ്റ്റൈൽ ചേഞ്ചസ് വരുന്ന സമയമാണ്. അപ്പോൾ ഒരു പക്ഷേ ചില ആളുകളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ നിങ്ങൾ വിദേശത്തേക്ക് മാറുന്ന ഒരു എനർജിയാണ്, അല്ലെങ്കിൽ അടുത്തിടെ ആയിരിക്കും വിദേശത്തേക്ക് മാറിയിട്ടുണ്ടാവുക. ഇപ്പോൾ നിങ്ങളൊന്ന് സെറ്റിലായിട്ടുണ്ടാവും, ചിലപ്പോൾ പുതിയ ജോലി കാര്യങ്ങളൊക്കെ റെഡി ആയിട്ട് എന്തെങ്കിലുമൊക്കെ ആയിട്ടൊന്ന് സെറ്റിലായിട്ടുണ്ടാവും. അപ്പോൾ അങ്ങനെ സെറ്റിലായതുകൊണ്ട് തന്നെ നിങ്ങൾ അതിൻ്റെ നിങ്ങളുടെ ലൈഫ് സ്റ്റൈലൊക്കെ ഒരു മാറ്റവും കാര്യങ്ങളൊക്കെ വന്ന് നിങ്ങൾ ജീവിതത്തിൽ മുന്നോട്ടേക്ക് ആ രീതിയിൽ പോകാൻ തുടങ്ങുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ആയതുകൊണ്ട് തന്നെ ഒരു പേർപ്പസ് ജീവിതത്തിൽ ഉണ്ടാകുന്നു എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. അത് നിങ്ങൾക്ക് ഒത്തിരി തൃപ്തി തരുന്ന ഒരു കാര്യം കൂടിയിട്ടാണ് എന്നുള്ളതും സൂചിപ്പിക്കുന്നുണ്ട്. ആ ഒരു ലൈഫ് പേർപ്പസ് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു ബാധ്യതയില്ലാതെ ജീവിതം മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ പറ്റുന്നു എന്നുള്ളതും. ലൈഫ് സ്റ്റൈലിൽ ചേഞ്ചസ് വരുന്നു എന്ന് പറഞ്ഞാൽ വലിയ ആഡംബര ജീവിതത്തിലേക്ക് പോകുന്നു എന്നുള്ളതല്ല, മറിച്ച്
ഒരേ സമയം തന്നെ നല്ലൊരു ജീവിത സാഹചര്യത്തിലേക്ക് വരുന്നു. പക്ഷെ അത് അമിതമായിട്ടുള്ളൊരു ആഡംബരമൊന്നും ആവുന്നില്ല. എന്നാൽ നിങ്ങളുടെ പൊസിഷൻ അനുസരിച്ചിട്ടുള്ള രീതിയിൽ കൊണ്ടുപോകുന്നു എന്നുള്ള രീതിയിൽ. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പറയാനുണ്ടായിരുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. എല്ലാവർക്കും നന്ദി, നമസ്കാരം.